ഹലോ ഹായ്. ഞാൻ ഈ മാസം സാലറി വന്നപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ക്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പടം വരയ്ക്കാനും ഒക്കെ ആയിട്ട് മേടിച്ചതെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇന്നത്തെ ഷോർട്സിൽ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അറിയാം, എന്ത് സാധനം കണ്ടാലും വാരി പറക്കി എടുക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഡ്രോയിങ് ബുക്കാണ്. സാധാരണ ഒരു ഡ്രോയിങ് ബുക്ക്, എനിക്ക് വെറുതെയൊക്കെ പടം വരച്ച് കളിക്കാനായിട്ട്. പിന്നെ അത് തന്നെ ഒരു സ്കെച്ച് ബുക്കാണ് കേട്ടോ. പിന്നെ ഒരു ഗ്ലിറ്റർ പെൻ, അതായത് പല പല കളേഴ്സുള്ള ഒരു ഗ്ലിറ്റർ പെൻ. ഇത് ജാഗ് ഷെല്ലാണ് കേട്ടോ. വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാനാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. പിന്നെ ഒരു കാർബൺ കോപ്പി, പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് മേടിച്ചിട്ടുണ്ട്, അതായത് ഗ്ലിറ്റർ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ആ ത്രെഡ് യൂസ് ചെയ്യാം, അതുപോലെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ക് ഡ്രോപ്പറാണ് ഞാൻ പിന്നെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ടൊരു പ്ലാസ്റ്റിക് ക്രയോണാണ്. പിന്നെ ഒരു അക്രിലിക് പെയിൻറ്റ് മേടിച്ചു വൈറ്റ് കളറിലെ. എൻ്റെ കയ്യിൽ വൈറ്റ് കളറില്ലായിരുന്നു, ഒരു ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഒരു കളർ സെറ്റ് പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്മൈലിയുടെ ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ജേണൽ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കിറ്റിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ഒരു കിറ്റ് മേടിച്ചു കേട്ടോ, അതായത് കളർ പെൻസിലും എല്ലാം കൂടിയുള്ള ഒരു കിറ്റ് മേടിച്ചു. ഇതിൻ്റെ ഷോർട്സും ഞാൻ വേറെ ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇത് ബിഗിനറിനെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് പോയി കാണുന്നത് എന്തുകൊണ്ടും ഒരു ബിഗിനറിനൊക്കെ നല്ലതായിരിക്കും, അല്ലാത്തവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കിറ്റ് കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട, ഈ ഇരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ഒരു സിസർ മേടിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ചെറുതായിട്ടൊക്കെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എൻ്റെ സിസർ കംപ്ലൈൻറ്റ് ആയിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം പുതിയത് മേടിച്ചു. പിന്നെ ഒരു സ്കെയിൽ മേടിച്ചു. അതുപോലെ തന്നെ ഒരു റോളർ, നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ സ്പ്രെഡാവും. അതുപോലെ തന്നെ ക്രാഫ്റ്റിനും ആവശ്യമാണ് ഒരു ടിഷ്യൂ റോള് മേടിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലേ കിറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ക്ലേ മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളും ഉണ്ട്. ഇത് ഞാൻ വേറെ ഷോർട്സ് ആക്കി അതിൻ്റെ ഒരു അൺബോക്സിങ് ഇടാം കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. പിന്നെ ഒരു ഫെവിക്കോൾ മേടിച്ചു. അതുപോലെ തന്നെ 2 ഗ്ലിറ്റർ ടേപ്പ് മേടിച്ചു. സാധാ ഒരു ടേപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചോക്ക് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെവിക്വിക്ക് മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീൻ ഓയിൽ, ടേപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മെഷീനിൽ ഓയിൽ പുരട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ തുരുമ്പ് പിടിക്കും. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന തീർന്നു, അപ്പോൾ ഞാൻ ഒരു പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തയ്യൽ മെഷീനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന നൂല്, പെടലൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. ഇതൊരു ടേബിൾ ടോപ്പ് മെഷീനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഗ്ലിറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിത്രയാണ് ഞാൻ ഇത്തവണ സാലറി വന്നപ്പോൾ മേടിച്ച കാര്യങ്ങൾ. നിങ്ങളെന്തൊക്കെയാണ് ഈ മാസം സാലറി വന്നപ്പോൾ മേടിച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.